കൂടുതലൊന്നും കാണിക്കുന്നില്ല ഒരു ഭാഗം കൂടി ഉണ്ട്, നമ്മൾ കാണേണ്ട ഒരു ഭാഗം. അത് ഏതാന്ന് വെച്ചാൽ AP ഉസ്താദിനെ മുന്നിൽ നിർത്തിയിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു പോകും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മനസ്സിലാക്കണം, നിങ്ങൾ മരിച്ചു പോകും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ചെറിയ ഉസ്താദ് പറയുന്നുണ്ട്, മൂപ്പര് ഇപ്പൊ തന്നെ മരിക്കണ്ട ആദ്യം. അപ്പൊ മൂപ്പര് ചെറിയ ഉസ്താദിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഒരു പറയുന്നൊരു വാക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം, AP എപ്പോൾ മരിക്കുമെന്ന് എനിക്കറിയാം. നേരെ പറയാണല്ലോ, ആർക്ക് പറയാൻ കഴിയടോ അത്? മൂപ്പര് അനങ്ങണില്ല, നിങ്ങൾ എപ്പോഴാ മരിക്കുന്ന ഡേറ്റ് എനിക്കറിയാം, അതുകൊണ്ട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, നൗഷാദിന്റെ പുതിയ പ്രസംഗം കേൾക്കാനിടയിൽ നമ്മളാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല കാലാകാലം. മീനങ്ങാടി സുലൈമാനും മരിക്കും, AP ഉസ്താദും മരിക്കും, എല്ലാവരും മരിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബഹുമാനപ്പെട്ട AP ഉസ്താദ് സുഖമില്ലാതെ കിടന്നു അല്ലെ. നമ്മളൊക്കെ അത് വളരെയധികം വേദനയോട് കൂടിയാണ് കേട്ടത്. ഉസ്താദ് അനുഭവിച്ച ആ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും ഈ ചങ്ങായി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇത്ര ആളുകളൊന്നും ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നവരില്ല. ഇവർക്കൊക്കെ പല ശക്തികളും ഉണ്ടാവും, ഇവൻ ഈ പറയുന്ന ആളുകൾക്കൊക്കെ. അപ്പൊ അവര് ഒരുപക്ഷെ നമ്മളെ ഉസ്താദുമാരെ പലതും ചെയ്തേക്കാം. ഇത് നമ്മൾ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട ഉസ്താദും അതുപോലെ തന്നെ ചെറിയ ഉസ്താദ് അവിടെ എത്തുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഉസ്താദ് സുഖമില്ലാതെ കിടക്കുന്നു. പിന്നീട് ചെറിയ AP ഉസ്താദ് അവിടെ മരണപ്പെടുന്നു. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ചില ആളുകൾ പല ആളുകളെയും വശീകരിച്ചിട്ട്, പക്ഷെ ശൈത്താന്റെയും പിശാചിന്റെ ഒക്കെ പല ശ്രമഫലമായിട്ട് ഒരു പക്ഷേ പലതും ചെയ്തേക്കാം. കാരണം ഇവർക്ക് വലിയൊരു വൈരാഗ്യമുണ്ട്. കാരണം ഇവരുടെ അടുത്തെത്തിയിരുന്ന ഒരു വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട AP ഉസ്താദ് തന്നെ ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞു. ഉസ്താദ് മാത്രമല്ല, പല നേതാക്കന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവരെ തിരിച്ചറിയാണ് പിന്നീട് ഉസ്താദ്. അപ്പൊ അവരുടെ അടുത്ത് ഉഡായിപ്പുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം വീഡിയോകൾ. നോക്കൂ നിങ്ങൾ, ഇത്തരം വീഡിയോകൾ ഒളിക്യാമറ വെച്ച് പകർത്തുകയാണ്. അപ്പോൾ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു യഥാർത്ഥ വലിയാണെങ്കിൽ, ഒരു നല്ല അള്ളാന്റെ അടുത്ത ആളാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു പരിപാടി ചെയ്യൂല. അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം ഇയാള് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ എടുത്തതാ, ഇവിടെ AP ഉസ്താദ് വരെ വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇയാൾ മുൻകൂട്ടി ചെയ്തു വെച്ചതാണ്. ഇയാൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ പിശാചിന്റെ ഒക്കെ പല കൂട്ടും പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംഭവങ്ങളായിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും പിശാചിനും ശൈത്താനൊക്കെ കഴിവുകളുണ്ടോ, അങ്ങനെ വല്ലതുണ്ടോ എന്ന് തോന്നിപ്പോകും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ടാക്സി ഓടിച്ചിരുന്നത് പഴയ കാലത്ത് ജീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആ വണ്ടിയായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അടുത്തൊരു ചെറിയ ഫോണുണ്ട്. പഴയ കാലത്തൊരു ടോർച്ചൊക്കെ ഉള്ളൊരു ഫോൺ ഇറങ്ങിയിരുന്നല്ലോ, ആ ഫോണുണ്ടായിരുന്നു. അങ്ങനെ ചില ഭാഗത്തൊക്കെ റേഞ്ച് കിട്ടുള്ളൂ, എങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഫോൺ വരികയാണ്. ഏതാണ്ട് എൻ്റെ നാട്ടിൽ നിന്നും ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഭാഗത്തു നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് വരാൻ പറ്റും, ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മുമ്പ് കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഒരു 4 മണി സമയമാകുമ്പോൾ അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ 2 ആൾ വണ്ടിയിൽ കയറി. പിന്നെ അവർ പറഞ്ഞു നമുക്ക് വേറൊരു ഭാഗത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ അവരുടെ മകളുടെ വീടുണ്ട്. അവിടെ ചെന്ന് അവരുടെ മകളെയും അതുപോലെ തന്നെ മകളുടെ ഒരു പിന്നെ മൂത്തച്ഛനുണ്ട്, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, ഇങ്ങനെ ഇവരൊക്കെ പടം കയറ്റിക്കൊണ്ട് വേറൊരു ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ഈ സഹോദരിയുടെ അവസ്ഥ എന്താ അറിയുന്നത്? ഒരുതരം ഭ്രാന്തന്മാരുമായി ഉള്ള ഒരു അവസ്ഥയാണ് ഈ സഹോദരി. അതിനെ പിടിച്ചിട്ടൊന്നും ഒതുക്കിയിട്ടൊന്നും ഒതുങ്ങുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് അതിനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിനെ കൊണ്ടുപോകുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് സ്ഥലങ്ങളുടെ പേരൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ പോവുകയും അവിടെ ഒരു ചെറിയ റോട്ടിനൊക്കെ ചെന്ന് ഒരു കാവ് പോലുള്ള ഒരു സ്ഥലമാണ്. ഒരു പിന്നെ കുറെ നിലവിളക്കോ കുറെ ദൈവങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വീട്ടിലെ അങ്ങോട്ടാണ് പോകുന്നത്. ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനെ കാണാമല്ലോ, ഇതിലൊക്കെ കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു വ്യക്തി. അങ്ങനെ ഒരാളെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. അയാളുടെ റൂമിലുണ്ട്. അങ്ങനെ അന്ന് അയാൾ എന്തൊക്കെ ചെയ്ത് അത് ക്ലിയർ ആയിട്ട് പോകുന്നുട്ടോ ആദ്യത്തെ ദിവസം. പിന്നെ അവിടെ ഇരുത്തി പിന്നെ എന്തൊക്കെ ആയിട്ട് അത് ക്ലിയർ ആയിട്ട് ഓക്കെ ആയിട്ട് പോകുന്നത്. ഇവരായിട്ട് ഞാൻ മുൻ പരിചയമൊന്നുമില്ല, പക്ഷെ എന്നെ അവർ വിളിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇവരിങ്ങനെ പോകുന്ന വിവരം ഇവരെ നാട്ടുകാരോ ആരും അറിയാൻ പാടില്ല. അപ്പൊ നാട്ടിലുള്ള ഡ്രൈവർമാരോ മറ്റോ പോയി കഴിഞ്ഞാൽ ഇത് പുറത്താകും, പുറത്തുള്ളവർ അറിയും എന്ന് കരുതിയത് കൊണ്ടാണ് ഒരിക്കലും പരിചയമില്ലാത്ത എന്നെ വിളിച്ചിട്ട് അത് ഫോണിൽ കൂടെ വിളിച്ച് ബന്ധപ്പെടുത്തിയിട്ട് മറ്റാരോ കൊടുത്ത നമ്പറാണെന്ന് പറഞ്ഞു എന്നോട്. ആ ആളെ പേരും കൂടി എന്നോട് പറഞ്ഞില്ല അവർ. ആദ്യത്തെ ദിവസം ഈ സഹോദരിയെ കെട്ടിച്ച വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് കുറച്ച് സീരിയസ് ആയിട്ട് ഇത്ര വിഷയങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം കൊണ്ടുപോകുന്നത്. എന്നിട്ട് പിന്നെ നേരെ തിരിച്ചു വരുന്നത് അവളുടെ വീട്ടിലേക്കാണ്.
പിന്നീട് രണ്ടാമത്തെ ദിവസം പോകുന്നത് അവളുടെ വീട്ടിൽ നിന്നാണ്. കാര്യമായിട്ട് വലിയൊരു പ്രശ്നമൊന്നും അന്നില്ല. അങ്ങനെയാണ്. അപ്പൊ അന്നത്തെ ദിവസം എന്തോ അളക്കി പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാത്തത്. അപ്പോൾ അവിടെ ആ സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തിയിട്ട് ഞാൻ പുറത്തൊരു ഭാഗത്ത് ഒരു മാവുണ്ട്, അതിന്റെ ചോട്ടിൽ വണ്ടി നിർത്തി. അവർ ഉള്ളിലേക്ക് പോയിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. ഈ പെണ്ണിങ്ങനെ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഒരു തല്ലുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പേടിച്ച്, ഞാൻ കരുതി ഈ പെണ്ണിനെ വരട്ട് തല്ലുകയാണോ എന്താണെന്ന് അറിയാതെ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി നോക്കി. പോയി നോക്കിയപ്പോൾ അവിടെ ചെത്തിയപ്പോൾ ആ രംഗം കണ്ടിട്ട് എനിക്കും ചെറിയ വന്നു. കാരണം ഈ മന്ത്രവാദി തല്ലുന്നത് പിന്നെ നിലത്തൊരു വായൻ്റെ ഇട്ടുണ്ടാക്കിയില്ല. പെണ്ണ് അപ്പുറത്തിരിക്കുക. അപ്പൊ ഈ വായൻ്റെ ഇലയിൽ അടിക്കുമ്പോൾ ബ്ലഡ് അടിക്കുക. എന്നിട്ട് ഇവള് ഓരോന്ന് വിളിച്ച് പറയാം. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഞാൻ പിന്നെ അവളുടെ സഹോദരൻ എന്താണെന്ന് ചോദിച്ചു പറയാം, അളക്കി പറയിപ്പിക്കുകയാണ് എന്താണ് വിഷയം എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ചു നേരം നിന്ന് കേട്ട്. അപ്പോ ഇവൾക്ക് എന്തോ ഇവിടെ ഭർത്താവിന്റെ വീട്ടുകാരെന്തോ അവിടുന്ന് ബന്ധപ്പെട്ട ആരോ എന്തോ ചെയ്തതാണ്. അപ്പൊ അതിങ്ങനെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ്, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. വെറുതെ പറയുന്നത് എന്നല്ല, ഇത്തരം ആളുകളായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളുകളെ പലതും ചെയ്യാൻ പറ്റും. അത്തരം ശൈത്താനുകളും പിശാചുകളൊക്കെ വശീകരിച്ചുകൊണ്ട് പലതും അവർക്ക് അറിയാനും പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു കാര്യം ഞാൻ കാണുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ മന്ത്രവാദി ഉണ്ടല്ലോ, ഇയാള് എൻ്റെ വണ്ടിയിൽ വന്ന് കയറി, ഈ സഹോദരൻ വണ്ടിയിൽ വന്ന് കയറി. അവര് കുറച്ചപ്പുറത്തുള്ള ഒരു കള്ള് ഷാപ്പുണ്ട്, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ കാണിച്ചെന്ന് അവിടെ പോയി അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ അയാൾ മേടിച്ച് വന്നു. വീണ്ടും അയാൾ പോകുന്ന അവിടുത്തെ ഒരു പള്ളിയുണ്ട്, അവിടേക്ക് പോകുന്നത് ഒരു പള്ളി, മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അയാളാണ് പോയിട്ട് പിന്നെ ഒരു ഉസ്താദ് കൊണ്ട് വന്നു വണ്ടിയുടെ അടുത്തത്. അങ്ങനെ ഉസ്താദും ഇയാളും കൂടി തമ്മിൽ ഒരു സംസാരമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഈ പിന്നെ ഹിന്ദുക്കൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ. അവർ ചെയ്യേണ്ടത് അവർ ചെയ്യണം. ഇനി മുസ്ലിം ആയിട്ടുള്ള ഇയാൾക്ക് ചെയ്യാൻ വേറെ എന്തോ ഉണ്ട് കാരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടത്തുന്നത്, ആ ഒരു സംസാരം. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം ഈ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളായിട്ടും ബന്ധമുണ്ടാവും, ഇത്തരത്തിലുള്ള പിന്നെ മന്ത്രവാദികളായിട്ട് പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആളുകളടുത്ത് പോയി പെട്ടാൽ കുടുങ്ങും. എന്തൊരു ചെറിയ വിഷയത്തിനും മാത്രം ആൾക്കാരുടെ എത്തിപ്പെട്ട ആൾക്കാർ കുടുങ്ങിയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങള് പിന്നെ മുസ്ലിം രീതിയിലുള്ള ആൾക്കാരെ എത്തിപ്പെട്ടാലും കുടുങ്ങും, അത്തരത്തിലുള്ള മന്ത്രവാദികൾ എത്തിപ്പെട്ടാലും ഒരു പിന്നെ കുടുങ്ങും. ആ പെരടിയിൽ നിന്ന് പിന്നെ ഒരു തലവരാൻ കഴിയൂല. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഈ നങ്ങാടി സുലൈമാന്റെ അടുത്ത് പോയി എത്തിപ്പെട്ട ചില ആൾക്കാരുണ്ട്, കുടുങ്ങിപ്പോയതാണ്. പിന്നെ പല ഉസ്താദുമാരും രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? മഹാന്മാരോടുള്ള വലിയ ബന്ധം കൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ ഇതിന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അത്തരം ആളുകളുടെ ശരീരത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എ പി ഉസ്താദൊക്കെ അതുകൊണ്ട് രക്ഷപ്പെട്ടതാ. പക്ഷെ എ പി ഉസ്താദിന് പോലും അവിടെ പണി കൊടുത്തു, അത് നോക്കണങ്ങള്. പക്ഷെ അത് ഉസ്താദായതുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത് അവിടെ ഏറ്റില്ലെന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് മറ്റൊരു ഉസ്താദിനെ അവിടെ കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കേട്ടോ ഞങ്ങളോട് പറയുന്നത്. ഇത് തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഇത്തരം മരണത്തിന്റെ കണക്കറിയുന്നവരും ഒക്കെ ആണല്ലോ ആളുകൾ. അവർക്ക് എന്തുമാണെങ്കിലും തട്ടിക്കൂട്ടാൻ പറ്റും. എന്തായാലും പഠിച്ച റബ്ബ് എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ ഇത്തരം ആൾക്കാരെ ശരീരത്തിൽ നിന്ന്. നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. പിന്നെ ഒരിക്കലും ഇത്തരം ഏത് ആളുകളാണെങ്കിലും അവരെടുത്ത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പോവാതിരിക്കുക. നമ്മളെ തലമുതിർന്ന ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഇത്തരം ആളുകളെടുത്ത് പോയിട്ട് സഹീദന്മാർ, അവരെടുത്ത് പോയിട്ട് ഉപദേശം തേടുക.